68 വർഷങ്ങൾക്ക് മുൻപ് 1958 ഇങ്ങനെയൊരു ഫെബ്രുവരി 6 ഫുട്ബോളിനെയും മുഴുവൻ ലോകത്തെയും ഞെട്ടിച്ച മ്യൂണിക് വിമാന ദുരന്തം സംഭവിക്കുന്നത്. മ്യൂണിക് എയർ ഡിസാസ്റ്റർ എന്ന് പിന്നീട് കുപ്രസിദ്ധമായ ആ വിമാന ദുരന്തത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്നായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 8 താരങ്ങളുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. മാറ്റ് ബുസ്ബി എന്ന വിഖ്യാത പരിശീലകന് കീഴിൽ ബുസ്ബി ബേബ്സ് എന്നറിയപ്പെട്ട സുവർണ തലമുറയിലെ 8 പേരായിരുന്നു അവർ. രക്ഷപ്പെട്ടത് വിഖ്യാത താരം ബോബി ചാൾട്ടൺ ഉൾപ്പെടെ 21 പേർ. യൂറോപ്യൻ കപ്പ് ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ യൂഗോസ്ലോവിയൻ തലസ്ഥാനമായ ബെൽഗ്രേഡിലേക്ക് പോയതായിരുന്നു അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം. ഓൾഡ് ട്രാഫോർഡിൽ റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെ 2-1 തോൽപ്പിച്ച് രണ്ടാം പാദത്തിനായി അവരുടെ ഗ്രൗണ്ടിലെത്തിയ യുണൈറ്റഡ് അവിടെ 3-3 സമനില പിടിച്ചു. ഇതോടെ ടൂർണമെന്റിൽ സെമിയിലുമെത്തി. ഇംഗ്ലണ്ടിലേക്കുള്ള മടക്കയാത്രയിൽ ബെൽഗ്രേഡിൽ നിന്ന് പുറപ്പെട്ട എയർ സ്പീഡ് അംബാസഡർ വിമാനം ഇന്ധനം നിറക്കാൻ ജർമ്മൻ നഗരമായ മ്യൂണിക്കിലിറക്കി. എന്നാൽ ഇന്ധനം നിറച്ച് യാത്ര പുനരാരംഭിക്കാൻ നിൽക്കവെയാണ് സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. 2 തവണ ടേക്ക് ഓഫിനുള്ള ശ്രമം ഉപേക്ഷിച്ചു. ചെറിയ മഞ്ഞുവീഴ്ചയും കൂടി ആയതോടെ തൊട്ടടുത്ത ദിവസത്തേക്ക് യാത്ര മാറ്റിവെക്കാമെന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും കൂട്ടത്തിൽ ഒരു പൈലറ്റിന്റെ ആത്മവിശ്വാസത്തിൽ ടേക്ക് ഓഫിന് വീണ്ടും തയ്യാറാവുകയായിരുന്നു. ടേക്ക് ഓഫിനായി കുതിച്ച വിമാനം ഉയർന്നു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഗതി മാറി അരികിലുള്ള ചെളി കൂമ്പാരത്തിലേക്ക് പൂണ്ടു. ശേഷം മതിലും തകർത്ത് തൊട്ടടുത്ത അപ്രോച്ച് റോഡിലേക്ക് കയറിയ വിമാനം പൊടുന്നനെ തീഗോളമായി.